പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ ഉത്തരവാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞത്. നിങ്ങൾ കൂടി അറിയേണ്ട ഭാഗമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ രാജ്യത്ത് പലവിധ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്നത്തെ പ്രധാന കാര്യം എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിനെ തുടർച്ചയായി 3-ാം ദിവസവും പാർലമെൻറ്റിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. മാത്രമല്ല, രാഹുൽ ഗാന്ധി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ കുറിച്ചും ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസിൽ നരേന്ദ്രമോദിയുടെ പേര് വന്നതിനെക്കുറിച്ചും മുൻ ആർമി ചീഫിൻ്റെ പുസ്തകത്തിൽ ചൈനീസ് അധിനിവേശത്തിനെ കുറിച്ചൊക്കെയാണ് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിന് തടയിടുകയാണ്. മാത്രമല്ല, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സ്വന്തം നിലയിൽ SIR ക്രമക്കേടിനെ ചൊല്ലി സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന സ്ഥിതിയുണ്ടായി. പിന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വീണ്ടും കത്തിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇറങ്ങിപ്പോക്കും, നിയമസഭയിൽ സഭ പ്രക്ഷുബ്ധമാവുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മളിന്നിപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിനെപ്പറ്റി സംസാരിക്കാൻ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ചീഫ് എഡിറ്റർ KP സേതുനാഥാണ്. US ഇന്ത്യ വ്യാപാര കരാർ, അതിലൊരു ക്ലാരിറ്റി വരാത്ത പ്രശ്നമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെടുന്നത്. സാർ എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നത്? നേരത്തെ ഹരി സൂചിപ്പിച്ച പോലെ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും വളരെ പ്രക്ഷുബ്ധമായ ഒരു പശ്ചാത്തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് മാറുന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ പാർലമെൻറ്റിൻ്റെയും സംസ്ഥാനങ്ങളിലെ നിയമസഭയുടെയും സെഷനുകൾ ആരംഭിക്കുമ്പോൾ കാണുന്ന തരത്തിലുള്ള ഈ രാഷ്ട്രീയം ഈ നിലയിൽ ചൂടുപിടിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഈ ലോകസഭയിൽ പ്രത്യേകിച്ച് വന്നിട്ടുള്ള ചില വിഷയങ്ങളെന്ന് പറയുന്നത് സാധാരണഗതിയിൽ കാണാവുന്നതിനേക്കാൾ കൂടുതൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന ചില രാഷ്ട്രീയ വിഷയങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അതിലിപ്പോൾ ഒന്നാമതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വാണിജ്യ കരാർ. ഇന്ത്യ അമേരിക്കയായിട്ടുള്ള വാണിജ്യ കരാർ നമുക്കറിയാം. ഇപ്പം ഫെബ്രുവരി 1-ാം തീയതി ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ഇന്ത്യയുടെ ബജറ്റ് 2026-27 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം, അതായത് ഫെബ്രുവരി 2-ാം തീയതി വൈകുന്നേരം, അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് പതിവുപോലെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ മെസ്സേജ് ഇടുന്നു, ട്വീറ്റ് ചെയ്യുന്നു. ഇന്ത്യയും അമേരിക്കയുമായി ഒരു വാണിജ്യ കരാറിലെത്തിയിട്ടുണ്ട്, ഇന്നതെല്ലാമാണ് കരാറിലെ കാര്യങ്ങളെന്ന്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണമൊന്നുമില്ല. കുറേ മണിക്കൂറുകൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സിൽ മെസ്സേജ് ഇടുന്നു, എൻ്റെ അടുത്ത സുഹൃത്ത് ഡൊണാൾഡ് ട്രംപിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്വീറ്റാണ്. സാധാരണഗതിയിൽ ഇതുപോലുള്ളൊരു വാണിജ്യ കരാർ, ഇപ്പം നമുക്കറിയാം ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ളൊരു വാണിജ്യ കരാർ ഏകദേശം ഒരു വർഷങ്ങളായിട്ട് സംസാരിക്കുന്നൊരു വിഷയമാണ്. അത് ഇന്ത്യ US എന്നാണ് FTA എന്ന് പറയുന്ന ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിനുള്ള ഡിസ്കഷൻസ് വളരെ പുരോഗമിച്ച ഒരു ഘട്ടത്തിലാണ് പ്രസിഡൻറ്റ് ട്രംപ് അധികാരത്തിൽ വരുന്നതും അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യക്കെതിരെ ഏതാണ്ട് 50% തീരുവ ഏർപ്പെടുത്തുന്നു. ആദ്യം 25% തീരുവ ഏർപ്പെടുത്തുന്നു. പിന്നെ അത് 25% അഡീഷണലായിട്ട് റഷ്യയിൽ നിന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൻ്റെ പേരിൽ 25% അഡീഷണലായിട്ടുള്ള അധിക തീരുവ കൂടി ഏർപ്പെടുത്തുന്നു. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വാണിജ്യ ബന്ധങ്ങൾ മാത്രമല്ല, ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള പൊതുവെയുള്ള ഉഭയകക്ഷി ബന്ധം പോലും ഒരു മന്ദഗതിയിലാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് പെട്ടെന്ന് പൊടുന്നനെ വന്നിട്ട് ഈ ഒരു ഡിക്ലറേഷൻ വരുന്നത്, അതായത് ഒരു ട്രേഡ് വാണിജ്യ കരാറിൽ എത്തിയെന്ന് പറയുന്നു. ഇത് എന്താണെന്നുള്ള കാര്യം ഇപ്പം ഇത് ഇന്ന് ഫെബ്രുവരി 4-ാം തീയതിയാണ്. ഈ 4-ാം തീയതി ആയിട്ടും എന്താണ് ഈ കരാറിൻ്റെ ഉള്ളടക്കം എന്നുള്ള കാര്യം നമുക്ക് വ്യക്തതയില്ല. അമേരിക്കൻ പ്രസിഡൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് നമുക്കതിനകത്ത് വ്യക്തമായിട്ടുള്ളത്. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇന്നലെ നമ്മുടെ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഒരു ഇത് നടത്തിയിട്ടുണ്ടെങ്കിലും വളരെ ക്രൂഷ്യലായിട്ട് നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളിൽ വ്യക്തമായിട്ട് ഒരു മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രസിഡൻറ്റ് ട്രംപ് പറഞ്ഞത് റഷ്യയിൽ നിന്നുള്ള എണ്ണ മേടിക്കുന്നത് മുഴുവൻ ഇന്ത്യ നിർത്തും, എന്നിട്ട് പകരം അമേരിക്കയിൽ നിന്ന് എണ്ണ മേടിക്കും. ഈ കാര്യത്തിൽ ഇതുവരെ എന്താണ് ഇന്ത്യയുടെ നിലപാടെന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. 2, അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും പാലുൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് കയറ്റി അയക്കാനായിട്ട് ഉള്ള ഇത് ചെയ്തിട്ടുണ്ടെന്നാണ്, ഈ കരാർ പ്രകാരം അത് കയറ്റി അയക്കാൻ പറ്റുമെന്നാണ് അമേരിക്കൻ വാണിജ്യകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ കാര്യത്തെക്കുറിച്ചിട്ടും ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല.
അപ്പോൾ ഇന്ന് പാർലമെൻറ്റിൽ ഈ വിഷയത്തിൽ കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയ പീയൂഷ് ഗോയൽ പറഞ്ഞത് അരി, ഗോതമ്പ് തുടങ്ങിയ കാർഷിക വിളകളുടെ കാര്യത്തിൽ, പാലുൽപ്പന്നങ്ങൾ, ഈ കാർഷിക വിളകളുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിനും ഇന്ത്യ തയ്യാറാവില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പക്ഷേ ഈ പറയുന്ന പ്രസ്താവനകൾ അല്ല സാധാരണഗതിയിൽ ഒരു വാണിജ്യ കരാറിൽ വരുന്നത്. വാണിജ്യ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി എഴുതിയുണ്ടാക്കിയ ഒരു കരാറാണ്. അതെന്തെല്ലാമാണ്, ഏതെല്ലാം വിധത്തിലാണ് എന്ന് പറയുന്നത് അക്കമിട്ട് നമ്മൾ എഴുതും. ഇപ്പോൾ ഇതിനു മുമ്പ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ മാധ്യമങ്ങളെല്ലാം നമ്മളടക്കം ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള FTA എഗ്രിമെൻറ്റ്. അപ്പോൾ അത് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് അവൈലബിൾ ആണ്. ഏതെല്ലാം ഉൽപ്പന്നങ്ങളാണ്, എന്തെല്ലാം രീതിയിലുള്ള കൺസെഷൻസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. പക്ഷേ അതേസമയം ഈ ഒരു എഗ്രിമെൻറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പ്രഖ്യാപനം വന്ന് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും നമുക്ക് യാതൊരു തരത്തിലുള്ള കൃത്യമായ യാതൊരു ഇൻഫർമേഷനും ഇല്ല ആ എഗ്രിമെൻ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ച്, ആ എഗ്രിമെൻറ്റിൽ ഉൾക്കൊള്ളുന്ന പോയിന്റുകൾ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് വിവരമില്ല. ഇന്നത്തെ ഒരു റോയിട്ടേഴ്സ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് അമേരിക്കൻ ഒഫീഷ്യൽസ് ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞത് എഗ്രിമെൻ്റ് ഇപ്പോഴും എഴുതി തയ്യാറാക്കുന്നതേ ഉള്ളൂ, അതിൻ്റെ പേപ്പർ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇതാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ ഇത് എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കുന്നതും അതിൻ്റെ സാമ്പത്തികവും സാമൂഹികവും മറ്റുമായുള്ള പ്രത്യാഘാതങ്ങൾ ഒരു വശത്ത്, അതിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുപ്രധാനമായ ഒരു കാര്യമാണ് ഇന്ത്യയുടെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് എന്നുള്ള നിലയിൽ, സ്വതന്ത്ര രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ പരമാധികാരത്തെക്കുറിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം അമേരിക്കൻ പ്രസിഡൻറ്റ് ഒരു പ്രഖ്യാപനം നടത്തുന്നു, നമ്മൾ ഉടനെ തന്നെ അതിനടിയിൽ ഒപ്പുവയ്ക്കുന്ന തരത്തിൽ അതിനോട് പ്രതികരിക്കുന്നുള്ളൊരു നിലയിലാണ്. അല്ലെ നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ഉള്ള ഒരു വോയിസ് ഉള്ള ഒരു രാജ്യമാണോ നമ്മളെന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു സാധനം ഇതിനകത്തൂടെ വന്നിട്ടുണ്ട്. അതൊരു സുപ്രധാനമായ ചോദ്യമാണ്. കാരണം ഇത് ഇപ്പോഴല്ല സംഭവിക്കുന്നത്. നേരത്തെ നമ്മുടെ പാകിസ്ഥാനുമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ഉടനെ തന്നെയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡൻ്റാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയോ ഒന്നും അല്ല പറയുന്നത്. അപ്പോൾ ഇത് അന്നും ഇതുപോലെ തന്നെ ഒരു വലിയ ചോദ്യം ഉയർന്നിരുന്നത്, ആരുടെ ഉത്തരവിൻ്റെ മേലാണ് നമ്മുടെ ഭരണ സംവിധാനം നീങ്ങുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ അതിൻ്റെ ഒരു ഐറണി എന്ന് പറയുന്നത്, അതിദേശീയത പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യ ഭരിക്കുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും ദേശസ്നേഹമില്ല, ഞങ്ങളാണ് യഥാർത്ഥ ദേശസ്നേഹികൾ എന്ന് പറയുന്ന, നിരന്തരം ദേശസ്നേഹത്തെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഭരിക്കുകയും അവർ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമയത്താണ് മറ്റൊരു രാജ്യത്തിൻ്റെ തലവൻ വന്ന് ഓരോ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നതെന്ന് പറയുന്ന നിലയിലുള്ളൊരു പ്രസ്താവനകൾ നടത്തുകയും ആ പ്രസ്താവനകളെ സ്ഥിരീകരിക്കുന്ന രീതിയിൽ ഇന്ത്യയിലുള്ള തീരുമാനമെടുക്കൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനം പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതാണ് ഈ അമേരിക്കൻ ഇന്ത്യൻ വാണിജ്യ കരാറിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രധാന വിഷയം. ഒന്ന്, രാജ്യത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ചിട്ടുള്ള ചില സംശയങ്ങൾ അത് മുന്നോട്ട് വയ്ക്കുന്നു. 2, ഇതിൻ്റെ സാമൂഹികവും സാമ്പത്തികവും മറ്റുമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു തീർച്ചയില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം. സർ, ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മുൻ ആർമി ചീഫായിട്ടുള്ള നരവനെയുടെ ബുക്കാണ്. അപ്പോൾ അതിൽ പറയുന്നത് ചൈനീസ് അധിനിവേശത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ വലിയൊരു ചർച്ചയാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും രാഹുൽ ഗാന്ധിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതിനെങ്ങനെയാണ് സാർ കാണുന്നത്? അമേരിക്കയുമായിട്ടുള്ള വാണിജ്യ കരാറിൻ്റെ കാര്യത്തിൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്നത് പോലെ തന്നെ വളരെ സുപ്രധാനമായി ഇപ്പോൾ വന്നിട്ടുള്ള ഒരു സംഭവമാണ് മുൻ കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവനെയുടെ പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള വിവാദം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ പാർലമെൻറ്റിൽ ഈ വിവാദം കത്തി നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ് ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് ആ വിഷയം ഉന്നയിക്കാനായിട്ട് അനുമതി കൊടുക്കാതിരിക്കുകയാണ് ഭരണപക്ഷത്തു നിന്ന് പുലർത്തുന്ന സമീപനം. അനുമതി കൊടുക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ട് അവർ പറയുന്നത്, ഇങ്ങനെ ഒരു പുസ്തകം നിലവിലില്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നാണ്. 4 സ്റ്റാർ ജനറൽസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതായിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ടൈറ്റിൽ എടുത്തത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ഏറ്റവും കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു സാധനം 2020 ജൂലൈയിലും ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു, ചൈന മറ്റേ ഈസ്റ്റേൺ ലഡാക്ക് സെക്ടറിലേക്ക് ചൈനീസ് കടന്നുകയറ്റത്തെക്കുറിച്ചിട്ടുള്ള പരാമർശമാണ്. അപ്പം ചൈനയുടെ ടാങ്കുകൾ നമ്മുടെ
ഒരു എന്താ പറയുന്ന ലൈൻ ഓഫ് കൺട്രോൾ ഭേദിച്ച് മുന്നോട്ട് വരികയാണെന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ഇവർക്ക് കിട്ടുകയും ആർമിക്ക് കിട്ടുകയും ആർമി ചീഫായിരുന്ന അല്ലെങ്കിൽ കരസേനാ മേധാവിയായിരുന്ന നാരാവനെ അത് അദ്ദേഹം അന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിനോട് എങ്ങനെയാണ് ഇന്ത്യ പ്രതികരിക്കേണ്ടതെന്നുള്ളത് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്തായിരിക്കണം ഇന്ത്യയുടെ പ്രതികരണം എന്നുള്ളത്. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള മറുപടിയും കിട്ടുന്നില്ല. അതായത് ഓഗസ്റ്റ് 31 2020 ഈ സംഭവം നടക്കുന്നത്. ചൈനീസ് ടാങ്ക്സ് അഡ്വാൻസ് ടുവേഴ്സ് റെച്ചുൻല എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ചൈനയുടെ ടാങ്കുകൾ മുന്നോട്ട് വരുന്നു. എന്ത് ചെയ്യണം, ഇന്ത്യ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആർമി ചീഫ്, അന്നത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അന്നത്തെ സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഇവരെ 4 പേരെയും കോണ്ടാക്ട് ചെയ്യുന്നു. ഇവരുടെ എല്ലാവരുടെടുത്തും അദ്ദേഹം ചോദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ടു ഈച്ച് ആൻഡ് എവരി വൺ മൈ ക്വസ്റ്റ്യൻ വാസ് വാട്ട് ആർ മൈ ഓർഡേഴ്സ്. എനിക്കുള്ള ഉത്തരവ് എന്താണ്, ഇതാണ് എനിക്ക് പറയാനുള്ളത്, ഇതാണ്, ഇവരിങ്ങനെ വരുന്നു, എനിക്കുള്ള ഉത്തരവ് എന്താണ്. ഒരാളും അദ്ദേഹത്തിന് മറുപടി പറയുന്നില്ല. അദ്ദേഹത്തിന് ഇത് ഒരാളും മറുപടി പറയാതെ, പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിക്ക് ഉള്ള കൃത്യമായിട്ടുള്ള ഉത്തരവാണ് ഏറ്റവും മുകളിൽ നിന്നുള്ള, അതായത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഇതിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ യുദ്ധം തുടങ്ങരുത്, തിരിച്ച് ഫയർ ചെയ്യരുത് എന്നുള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വ്യക്തമായ നിർദ്ദേശമുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവസാനം അന്ന് രാത്രി 10:30 മണിക്ക് രാജ്നാഥ് സിംഗ് അദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം ഇതാണ്, അതായത് നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യും. അദ്ദേഹം പത്തിൻ്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ജോ ഉചിത് സംജോ ഓ കരോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഉചിതമായി തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക എന്ന് പറയുന്നു. അതായത് രാഷ്ട്രീയ നേതൃത്വം അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും കൈ കഴുകിയിട്ട് ഈ ഉത്തരവാദിത്വം സൈനിക മേധാവിയെ ഏൽപ്പിച്ചിട്ട് മാറി നിന്നു എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നു എന്നാണ് അവകാശവാദം. ഇത് കാരവൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം അവരുടെ ഈ ഫെബ്രുവരി ലക്കത്തിൽ കോട്ട് ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ആണ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നലെയും ഉന്നയിക്കാൻ ശ്രമിച്ചു, ഇന്നും ഉന്നയിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് 2 പ്രാവശ്യവും അനുമതി നിഷേധിച്ചു. ഇന്നിപ്പോൾ പാർലമെൻറ്റ് 5 മണി വരെ നിർത്തിവെച്ചേക്കാണ് ലോക്സഭ. അപ്പോൾ ഇതെന്തുകൊണ്ട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നതാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കാൻ ശ്രമിക്കുന്ന വിഷയം. നാരാവനെ പറയുന്നത് അദ്ദേഹം എടുത്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അദ്ദേഹം നമ്മുടെ സൈന്യത്തിനോട് നമ്മുടെ ടാങ്കുകൾ ചൈനീസ് പട്ടാളക്കാർക്ക് നേരെ തിരിച്ചു വയ്ക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് പക്ഷേ ഒരു തരത്തിലും ഫയർ ചെയ്യരുതെന്ന് പറഞ്ഞു, വെടിയുതിർക്കരുത്, പക്ഷേ നമ്മുടെ ടാങ്കുകളുടെ തോക്കുകൾ പീരങ്കികൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൈനീസ് പട്ടാളത്തിന് നേരെ ഫേസ് ചെയ്ത് വയ്ക്കാൻ. പക്ഷേ അദ്ദേഹം പറയണത് എന്തോ ഒരു ഭാഗ്യവശാൽ ചൈനീസ് കക്ഷികൾ അവരുടെ ടാങ്കുകൾ മുന്നോട്ട് വരുന്നത് അവർ പിന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഒരു സാധനമാണ്, അവർ ചൈനീസ് ബ്ലിങ്ക്ഡ് ഫസ്റ്റ്, അവരാദ്യം കണ്ണ് ചിമ്മി എന്ന് പറയുന്ന ഒരു നിലയിലാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത്. അപ്പോൾ ഇത് അല്ലെങ്കിൽ ആ പ്രശ്നം അന്ന് അവിടെ അങ്ങനെ ഡിഫ്യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് എന്താണ് നമുക്ക് തരുന്ന ഒരു സന്ദേശം എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ചൈന ഇന്ത്യൻ അതിർത്തിയിൽ ഇന്ത്യയുടെ കൈവശം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതുണ്ടായിരുന്ന പ്രദേശം അവരിപ്പോൾ കൈയടക്കിയെന്ന് പറയുന്ന ഒരു വാദം ഇവിടെ നിൽപ്പുണ്ട്. നമ്മുടെ സർക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഔദ്യോഗികമായിട്ട് നിഷേധിച്ചിട്ടുമുണ്ട്. ഇന്ത്യയുടെ ഒരു തരി മണ്ണ് പോലും ആരും കൈയടക്കിയിട്ടില്ല എന്നാണ് സർക്കാരിൻ്റെ വാദം. അപ്പോൾ സർക്കാരിൻ്റെ ഈ ഒരു വാദത്തെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിദേശീയതയുടെയും ഹൈപ്പർ നാഷണലിസത്തിൻ്റെയും വക്താക്കളായി മുന്നോട്ട് വരുന്ന ഒരു രാഷ്ട്രീയ കക്ഷി, അല്ലെങ്കിൽ അത് നിരന്തരം ഉന്നയിക്കുന്ന രാഷ്ട്രീയ കക്ഷികളാണ് ഈ പറയുന്ന നിലയിലുള്ള വലിയ ഒരു ദേശീയ സുരക്ഷാ സംഭവത്തിൽ ഇത്രയും നിരുത്തരവാദപരമായി പെരുമാറിയെന്ന് പറയുന്ന ഒരു ആക്ഷേപം നേരിടുന്നത്. അത് സർക്കാർ പക്ഷേ പറയുന്നത്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനെക്കുറിച്ചിട്ട് അവർ പറയുന്നത് ഇങ്ങനെ ഒരു പുസ്തകം ഇല്ല എന്നാണ്. ഇല്ലാത്തൊരു പുസ്തകത്തിന് കോട്ട് ചെയ്തും കൊണ്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ പറയുന്നത്.
അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം അദ്ദേഹം എഴുതാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ഈ പുസ്തകം ഇവരുടെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് കൊടുത്തു. അതായത് ഡിഫൻസ് മിനിസ്ട്രിയുടെ ക്ലിയറൻസിന് വേണ്ടി. കാരണം അതിന് അങ്ങനെ എന്തോ അതിൻ്റെ ടെക്നിക്കൽ ഇതുണ്ട്. കാരണം സെർവിങ് ഇതായിട്ടുള്ള ഇത്രയും സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരുടെ മെമ്മേഴ്സ് അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പുകൾ എഴുതുമ്പോഴത്തേക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് ഇവരുടെ പെർമിഷൻ വേണ്ടി വരും. അപ്പോൾ ഈ പെർമിഷൻ അദ്ദേഹം സബ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തിന് 2 വർഷമായിട്ട് ഈ പെർമിഷൻ കൊടുത്തിട്ടില്ല. പെർമിഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ പുസ്തകം അതിൻ്റെ പബ്ലിഷേഴ്സ് നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്തതിന് ആമസോണിലും മറ്റും അവൈലബിൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഈ പുസ്തകം ആമസോണിൽ നിന്നും മറ്റിടത്തു നിന്നെല്ലാം പിൻവലിക്കപ്പെട്ടു. അപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ വരുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ കോപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ പുസ്തകം പെർമിഷൻ ഇല്ലാതെ പുസ്തകം പബ്ലിഷ് ചെയ്തതാണോ എന്നുള്ളതിൻ്റെ ഒരു വലിയ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു നിലയിലേക്ക് വരും. പക്ഷേ ക്രൂഷ്യലായിട്ടുള്ള വിഷയം അദ്ദേഹം ആ പുസ്തകത്തിൽ ഉന്നയിച്ചു എന്ന് പറയുന്ന വിഷയം പുസ്തകത്തിൽ അത് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ നിർണായകമായൊരു വിവരമാണ്. കാരണം അതായത് ഒരു രാജ്യത്തിലേക്ക് ഒരു ആക്രമണം നടക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം അതിനോട് പ്രതികരിച്ച രീതി ഒട്ടും തന്നെ നീതീകരിക്കാവുന്നതല്ല എന്ന് നമുക്ക് തോന്നുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഉചിതമായ എന്താണോ തീരുമാനിക്കുക എന്ന് പറഞ്ഞ് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഇന്ത്യയുടെ ആർമിയുടെ അല്ലെങ്കിൽ അങ്ങനെ പട്ടാളത്തിന് സ്വയം തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ അധികാര സംവിധാനമല്ല ഉള്ളത്. ഇന്ത്യയിലെ പട്ടാളം സൈന്യം എപ്പോഴും തന്നെ സിവിലിയൻ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലും സിവിലിയൻ ഭരണകൂടത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു ഫോഴ്സാണ്. അപ്പോൾ ആ ഫോഴ്സിന് കൃത്യമായ നിർദ്ദേശം നൽകേണ്ടത് രാഷ്ട്രീയ സിവിലിയൻ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ രാഷ്ട്രീയ ഭരണകൂടം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുകയും അവന് വേണ്ട നിലയിലുള്ള ഒരു പ്രതികരണം നടത്താതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ അതിനെ പാർലമെൻറ്റിൽ സംസാരിക്കാതിരിക്കുക ഏതാണ്ട് നമ്മുടെ മലയാള സിനിമയിലൊരു ഡയലോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോളണ്ടിനെ കുറിച്ച് അക്ഷരം മിണ്ടരുത് എന്ന് പറയുന്നത് പോലെ ചൈനയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ പാർലമെൻറ്റിൽ നിലനിൽക്കുകയാണ്. അടുത്തൊരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സ്വന്തം നിലയിൽ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ അത്തരത്തിലൊരു ദൃശ്യം എന്നുള്ളതെന്ന് ഉറപ്പില്ല. അങ്ങനെ ഒരു സാധനം നമ്മളിന്ന് കാണുകയുണ്ടായി. ഇപ്പോൾ SIR ക്രമക്കേടിനെ കുറിച്ചുള്ള വിഷയത്തിലായിരുന്നു ആ സംഭവം ഉണ്ടായി. അതിനെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഇതാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അല്ലെങ്കിൽ SIR എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ നടപടി രാജ്യവ്യാപകമായിട്ട് സമ്മിശ്രമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു വിഷയമാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആണ് പ്രധാനമായിട്ടും ഈ SIR നടക്കുന്നത്. പിന്നെ ഉത്തർപ്രദേശിൽ, രാജസ്ഥാനിലും നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാജ്യവ്യാപകമായിട്ട് അത് റോൾ ഔട്ട് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടി അപ്പോൾ 2 രീതിയിൽ അതിനെ കാണാം. ഒന്ന്, അതിൻ്റെ മുകളിൽ SIR ആദ്യം ബീഹാറിൽ തുടങ്ങിയപ്പോൾ മുതൽ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ആ കേസിൽ വാദം പൂർത്തിയാവുകയും വിധി പറയാനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് വെസ്റ്റ് ബംഗാളിലെ ഈ പ്രത്യേക സാഹചര്യം എടുത്തുകൊണ്ട് മമതാ ബാനർജി കോടതിയിലെത്തിയത്. അത് ഒരുപക്ഷെ ഹരി പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്വയം വന്ന് കേസ് വാദിക്കുന്നത്. അപ്പോൾ ബംഗാളിലാണ് നമുക്കറിയാം SIRനെ നടപ്പിലാക്കുന്നതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ SIR പ്രക്രിയയെക്കുറിച്ചിട്ട് വളരെ രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആശങ്കാജനകമായിട്ടുള്ള നിരവധി നടപടികൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പം അതിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ഈവൻ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ചില പ്രദേശങ്ങളിൽ ചെന്നിട്ട് അവിടെ ചില ടെലിവിഷൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളെന്ന് പറഞ്ഞ പേരിൽ പൊടുന്നനെ യാതൊരു ഇതുമില്ലാതെ ചെല്ലുകയും എന്നിട്ട് അവർ ബംഗ്ലാദേശികളാണെന്നുള്ള നിലയിൽ ആരോപിക്കപ്പെടുന്നത്, അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താവുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിൽ മമതാ ബാനർജി ഉന്നയിക്കുന്ന പ്രധാന വിഷയമെന്ന് പറയുന്നത് അതായത് തൃണമൂൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുമെന്ന് പറയുന്ന ആളുകളെയാണ് സിസ്റ്റമാറ്റിക്കലി ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രക്രിയയിലൂടെ പുറത്താക്കപ്പെടുന്നതെന്നാണ്. അതേസമയം
BJPക്ക് അനുകൂലമായിട്ടുള്ള ആളുകളെ ഇതിൽ ചേർക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ വളരെ വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാധനം SIR പ്രക്രിയയ്ക്ക് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് സാധാരണഗതിയിൽ റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു പാരഫർനേലിയൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു സാധനമാണ്. കാരണം മിക്കവാറും എല്ലാ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പേയും പീരിയോഡിക്കലായിട്ട് ഒരു റിവ്യൂ നടക്കുന്നതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ മരിച്ചവരോ അങ്ങനെയുള്ളവരോ എല്ലാം ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതല്ലാതെ ഇപ്പോൾ ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റ് 100% പരിശുദ്ധവും ഇതുമാണെന്ന് ആരും അവകാശപ്പെടുന്നില്ല. കാരണം അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല. കാരണം അത് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് ചെയ്യുന്നതിന് പകരമായിട്ട് ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് സുപ്രീം കോടതിയുടെ മുന്നിലിരിക്കുന്ന പ്രധാനമായിട്ടുള്ളൊരു ചോദ്യം അതാണ്. അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് നിങ്ങൾക്ക് ഇത്രയും ഡോക്യുമെൻറ്റ്സുകൾ ഹാജരാക്കണമെന്ന് പറയും. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കുന്ന ഇതിന് അങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കാനായിട്ട് സുപ്രീം കോടതി ഈ കമ്മീഷൻ അധികാരമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് ഫലത്തിൽ ഇൻഡയറക്റ്റായിട്ട് അതൊരു സിറ്റിസൺഷിപ്പ് റൈറ്റ് ആണോ എന്നുള്ളതിൻ്റെ പൗരത്വത്തെ കുറിച്ചിട്ടുള്ള ചോദ്യമായി മാറുകയാണെന്നുള്ളതാണ് അതിനെക്കുറിച്ചിട്ടുള്ള പ്രധാന വിമർശനം. ഇപ്പോൾ ഈ സുപ്രീം കോടതി കഴിഞ്ഞ ഈ 6-7 മാസമായിട്ട് ഈ കാര്യത്തിൽ മറുപടി പറയുന്നതിന് പകരമായിട്ട് ഇതിനെ ഒരു ലോങ് ഇതായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമപ്രക്രിയയുടെ ഒരു വലിയ വലിച്ചു നീട്ടലായിട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു സാഹചര്യം കൂടെയാണ് അതിനുള്ളത്. അപ്പം ഇത് വേറൊരു തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള വേറൊരു തരത്തിലുള്ള ഒരു പുതിയ നെറേറ്റീവുകൾ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള വലിയ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ അധികാരത്തെ ഭരണഘടനാപരമായിട്ട് ഇലക്ഷൻ കമ്മീഷന് ആരാണ് ഒരു പൗരൻ എന്നുള്ളത് നിശ്ചയിക്കാനുള്ള അധികാരമുണ്ടോ എന്നുള്ള ആ ഫണ്ടമെൻ്റലായ ചോദ്യത്തെ അതിനെ അഭിമുഖീകരിക്കുന്നതിന് പകരം SIR പ്രക്രിയയെ ചോദ്യം ചെയ്യുന്ന എല്ലാവരും ദേശവിരുദ്ധർ ആണ് അല്ലെങ്കിൽ ഇലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവരാണെന്നുള്ള നിലയിലേക്കുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ്. അതായത് ഈ ഇലക്ഷൻ പ്രോസസ്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് ആരോപണം നേരിടുന്ന ഒരു ഏജൻസി ആ ആരോപണത്തെ വേറൊരു കൗണ്ടർ ആരോപണം കൊണ്ട് വയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് അത് ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ നടപടി മുഴുവൻ തന്നെയും ഒരു BJP അല്ലെങ്കിൽ ആ നിലയിലുള്ള രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന ചില പ്രൊപ്പഗണ്ടയ്ക്ക് അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു പ്രക്രിയ സഹായിച്ചിട്ടുള്ളത്. അപ്പം മമതാ ബാനർജിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മമതാ ബാനർജി അത് അവരുടെ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ തന്നെ ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് മമതാ ബാനർജി ഇന്ന് സുപ്രീം കോടതിയിൽ എത്തിയതിൻ്റെ ഒരു സാധനം. കാരണം അവർ അൾട്ടിമേറ്റ്ലി അവരുടെ ഒരു സ്ട്രീറ്റ് സ്മാർട്ടായിട്ടുള്ളൊരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ അതിൻ്റെ ഏറ്റവും നല്ല ഒരു പ്രകടനം കൂടെയാണ് അവർ. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുന്ന അദ്ദേഹം വളരെ പെർഫോമേറ്റീവായ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിനെ പോലെ ആ നിലയിൽ കമ്പീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആരുമില്ല. പക്ഷേ നരേന്ദ്രമോദിയേക്കാൾ പെർഫോമേറ്റീവാണ് മമതാ ബാനർജി എന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ വന്നിട്ട് അവർ കേസ് വാദിക്കുന്നത്. ബംഗാളികൾക്ക് വേണ്ടി എന്നുള്ള നിലയിലാണ്, ബംഗാളിന് വേണ്ടി എന്നുള്ള നിലയിലാണ്. ആ ബംഗാളിൻ്റെ ദേശീയവും പ്രാദേശികവുമായിട്ടുള്ള മുഴുവൻ സ്പിരിറ്റിനെയും അല്ലെങ്കിൽ മുഴുവൻ ചൈതന്യത്തെയും താൻ പ്രതിനിധീകരിക്കുന്നു. അതിന് അൾട്ടിമേറ്റ്ലി അതിൻ്റെ പരമോന്നത നീതിന്യായ കോടതി വരെ ഞാൻ പോകുന്നു എന്ന് പറയുന്ന നിലയിലുള്ള ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളതായിരുന്നു മമതാ ബാനർജിയുടെ ഉദ്ദേശം. ഇവിടുന്ന് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 2 ദിവസം നിയമസഭയിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധമാണ് നടക്കുന്നത്. അവർ വീണ്ടും സ്വർണ്ണക്കൊള്ളേനെ വലിയ രീതിയിൽ കത്തിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ യു ഡി എഫ് എന്താ പറയുക സർക്കിളിലേക്ക് ഇതിൻ്റെ അന്വേഷണം എത്തിയതിന് ശേഷം UDF ഇതിനെ അത്ര കണ്ട് പ്രതിഷേധത്തിലേക്കൊക്കെ കൊണ്ടുവന്നിരുന്നു എന്നൊരു സംശയം ജനിക്കുന്ന സമയത്താണ് വീണ്ടും കഴിഞ്ഞ 2 ദിവസം ഇതിനെ കുറച്ചുകൂടെ തിരികൊളുത്തി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാക്കി മാറ്റാൻ UDF ശ്രമിക്കുന്നതും അതാണ് നമ്മൾ നിയമസഭയിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് കാണുന്നത്. അതിനെ കുറിച്ചുള്ള വാക്പോരുകളും അത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും UDF ഇപ്പോൾ ഇത് വീണ്ടും ഒന്നുകൂടെ കത്തിച്ച് ഇതിലേക്ക് കൊണ്ടുവരാമെന്ന് തീരുമാനിക്കാനുള്ള കാരണം? ഈ സത്യത്തിൽ എനിക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരള നിയമസഭയിലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി നടന്ന ഈ പ്രതിഷേധങ്ങൾ കാണുമ്പോൾ ഒരു സഹതാപമാണ് തോന്നുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ പലതും അല്ലെങ്കിൽ പ്രക്ഷുബ്ധമാവുന്ന രാഷ്ട്രീയ വിഷയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്കയായിട്ടുള്ള ട്രേഡ് വ്യാപാര കരാർ,
മുൻ ആർമി ചീഫിൻ്റെ പുസ്തകത്തിലെ പരാമർശത്തെക്കുറിച്ചിട്ട് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി തന്നെ ഉന്നയിക്കുന്ന വിഷയം. മമതാ ബാനർജിയെ പോലുള്ള നേതാവ് SIRനെ കുറിച്ചിട്ട് സുപ്രീം കോടതിയിൽ ഒന്ന് സ്വന്തമായി വാദിക്കുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മുഴുവൻ തന്നെയും ഭരണപക്ഷ കക്ഷിയെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ നേരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാധനം നടക്കുന്ന രൂപത്തിലാണ് കേരളത്തിൽ കേന്ദ്രത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന രണ്ട് മുന്നണികൾ, പ്രബലമായിട്ട് നിൽക്കുന്ന ഈ രണ്ട് മുന്നണികൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു ഹൈക്കോടതിയുടെ പരിഗണനയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ സൂപ്പർവിഷനിൽ നടക്കുന്ന ഒരു അന്വേഷണത്തെ ചൊല്ലി പരസ്പരം വെല്ലുവിളിക്കും. അപ്പോൾ അതിൽ നേരത്തെ ഹരി സൂചിപ്പിച്ച പോലെ ഒരു വളരെ വ്യക്തമായിട്ട് എനിക്ക് ഒരു കാര്യം ഇപ്പോൾ ഇന്നലെ ഈ ശബരിമലയിലെ സ്വർണ്ണ നഷ്ടപ്പെട്ട വിഷയത്തെക്കുറിച്ചിട്ട് പുതിയതായി എന്ത് വിവരമാണ് വന്നത്? കേരളത്തിലെ നിയമസഭ നിർത്തിവെച്ചിട്ട് അടിയന്തരമായി നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഈ വിഷയത്തിലുണ്ടായത്? അവർ ചർച്ചയും ആണെങ്കിൽ, കാരണം ഇതിനു മുമ്പ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചർച്ചയിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. ഈ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, ഏതൊരു മന്ത്രി രാജിവെക്കേണ്ടതാണ് അതിൻ്റെ പ്രധാനമായ കാര്യമെന്ന്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് പുതുതായിട്ട് എന്താണ് ഈ വിഷയത്തിൽ വന്ന ഒരു ഡെവലപ്മെൻ്റ് എന്ന് എനിക്കറിയില്ല. ആകപ്പാട് അതിൽ പറഞ്ഞത് അതിലുള്ള പ്രതികളായിട്ടുള്ളവർക്ക് ഈ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാത്തതിൻ്റെ മുകളിൽ അവർക്ക് ജാമ്യം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾക്ക് ജാമ്യം കിട്ടുക, ഇത് ഭരണഘടനാപരമായ അവകാശമാണ്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കുറ്റപത്രം നൽകിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ ജാമ്യം കിട്ടും. അത് ഭരണകക്ഷി അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരാണോ അതിന് ഉത്തരവാദി എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഉത്തരവാദിയാണെന്നുണ്ടെങ്കിൽ അതാണ് അതിനകത്തുള്ളൊരു വിഷയം. പക്ഷേ കേരളത്തിൽ സർക്കാർ ഇതിൽ ഏത് നിലയിലാണ് ഉത്തരവാദിയാവുന്നത്? കാരണം ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അന്വേഷണം കേരളത്തിലെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അപ്പം ഇന്നലെയും ഇന്നും ഇവിടെ ഇത് നടക്കുമ്പോഴത്തേക്കാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ഈ പറയുന്ന SITയുടെ മേൽനോട്ട ചുമതലകളുടെ ഡിവിഷൻ ബെഞ്ചിൽ ഈ വിഷയം വീണ്ടും വരുന്നത്. അപ്പോൾ അതായത് SIT സബ്മിറ്റ് ചെയ്ത അവരുടെ അന്വേഷണ റിപ്പോർട്ട്, അവർ ഓരോ പീരിയോഡിക്കലി അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ സബ്മിറ്റ് ചെയ്യുന്നതനുസരിച്ച് ഹൈക്കോടതി അവരുടെ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് വ്യക്തമായി ഇതിനകത്ത് രേഖപ്പെടുത്തിയ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്വേഷണം വളരെ തൃപ്തികരമായ നിലയിലാണത് പോകുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഇവർക്ക് ഈ പറഞ്ഞതുപോലെ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം തയ്യാറാക്കിയില്ല എന്ന പേരിൽ ജാമ്യം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗ്ഗമല്ല അത്. കുറ്റവാളികളെന്ന് പറയുന്നവർ ആരും തന്നെയും കേസിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്നുള്ള കൃത്യമായ ഒരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഈ ബെഞ്ച്, അതായത് ഈ കേസിൻ്റെ കുറിച്ചിട്ടുള്ള ബെഞ്ച് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ എന്തിനാണ് കേരളത്തിലെ ഈ UDF രാഷ്ട്രീയ നേതൃത്വം ഈ നിലയിൽ സഭാ നടപടികളെ സ്തംഭിപ്പിക്കുന്ന നിലയിലുള്ളൊരു നടപടി സ്വീകരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നത് അവർ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു വിഷയമായിട്ട് ഇതിനെ വീണ്ടും തന്നെ ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടായിരിക്കും അയ്യപ്പൻ്റെ വിഷയം, ശബരിമലയുടെ വിഷയം വീണ്ടും സജീവമാണെന്ന് കാണിക്കാനുള്ളൊരു വിഷയമായിരിക്കും. കാരണം അവർ നേരത്തെ ഹരി സൂചിപ്പിച്ച പോലെ ഇത് UDFലെ ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ അവർ ഒരു ഡിഫെൻസീവായിട്ട് ഒരു പൊസിഷനിലായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയായി ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ നിൽക്കുന്ന ചിത്രങ്ങളും അവരുമായിട്ടുള്ള ഇടപാടുകളും എല്ലാം തന്നെ പുറത്തു വന്നുള്ള സ്ഥിതിയിൽ. അപ്പോൾ അതിനകത്തുനിന്ന് അറ്റൻഷൻ മാറ്റാനാണോ എന്തായാലും ശരി തന്നെ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് വിഷയം ഉന്നയിക്കുക എന്ന് പറയുന്ന ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സാധനം മാത്രമായിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ.